ഓക്കെ, അപ്പോൾ ആ വെക്കേഷൻ തുടങ്ങിയിട്ട് വെക്കേഷൻ തീരാൻ പോവുക. ഒരു സ്ഥലത്തും പോയില്ലല്ലോ എന്ന വിഷമം കാരണം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു 1 ഡേ ട്രിപ്പ് പോകാമെന്ന്. പിന്നെ എങ്ങോട്ടാ പോണേ? റെഡ് ഡീറിന് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ യാത്രയുള്ളൂ, ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ എനിവേസ് റെഡ് ഡീറിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരു അഡ്വഞ്ചർ പാർക്ക് പോലെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരും ഹാപ്പി ആയിട്ടിരിക്കും. അവരുടെ വെക്കേഷനിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തിൽ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. നമുക്കിനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. അതാദ്യമേ പറയാൻ വിട്ടുപോയി. നമ്മളിതാ റെഡ് ഡീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് കേട്ടോ മുഴുവൻ ശൂന്യമായ സ്ഥലം. ഇന്ന് എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. നമ്മൾ പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഒരു രസം അത്ര കണ്ടങ്ങ് തോന്നുന്നില്ല. റോയിച്ചനാണ് ഗൂഗിള് ചതിച്ചു. റോയിച്ചനാണ് വണ്ടി ഓടിക്കുന്നത്. പിള്ളേർ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരമായിട്ട് മൂവി ടൈം ആയിരുന്നു അവർക്ക്. മൂവിയൊക്കെ ബോറടിച്ചു തുടങ്ങി. ഈ കൃഷി എന്താന്ന് മനസ്സിലായില്ല കേട്ടോ. ചോളമാണോ കെനോളയാണോ എന്താന്ന് മനസ്സിലായില്ല. എനിവേസ് നല്ല രസമുണ്ടായി എൻ്റെ ഇല പൊങ്ങി നിൽക്കണ കാണാൻ. നിങ്ങൾക്കത് ക്ലിയർ അല്ല, പക്ഷെ ഞങ്ങൾക്കത് ക്ലിയറാ. നല്ല ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. നിറച്ചതാ ഇവിടെയുള്ള കൃഷി. പൊതുവെ നമ്മൾ കനോല കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ല അത് പക്ഷേ എന്ന് തോന്നുന്നു. അതിനെ പോലെ അല്ല. പക്ഷെ നല്ല ഭംഗിയുള്ള റോഡ്, നല്ല ഭംഗിയുള്ള ഏരിയാസ്, നല്ല ഭംഗിയുള്ള ട്രിപ്പ്. നെടുനീളം നീണ്ടു കിടക്കുന്ന അല്ലേ റോഡ്. എനിവേസ് കാറിലിങ്ങനെ 1.5 മണിക്കൂറായിട്ട് ഇരുന്ന് ബോറടിക്കുന്നു. 1 മണിക്കൂറേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് അടുപ്പിച്ചായി. ഇനി ഒരു 1/2 മണിക്കൂറോടെ ട്രിപ്പുണ്ട്. കാനിയൻ സ്കീ റിസോർട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദോ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു നമ്മളിവിടെ എത്തി. അവിടെ അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് വരുന്നോണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കോസ്റ്ററിൻ്റെ സ്ഥലത്തേക്ക് എത്തി. കെനിയൻ സ്കീ റിസോർട്ട്. അവിടെ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ സിപ്പ് ലൈൻ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഒന്നും പറ്റില്ല. പിള്ളേർക്ക് അത്ര ഹൈറ്റോ ഏജോ ഒന്നും ആവാത്തത് കൊണ്ട് എല്ലാം പറ്റില്ല. സോ നമ്മൾ സിപ്പ് ലൈൻ, കോസ്റ്റർ, സമ്മർ ട്യൂബിങ് ഇത് 3 പ്ലാൻ ചെയ്യുന്നത്. ഇത് 3 ആകുമ്പോൾ കുഞ്ഞിപ്പെണ്ണിന് നമ്മുടെ കൂടെ ഇരിക്കാം. സിപ്പ് ലൈൻ അവൾക്ക് പറ്റില്ല, എനിക്കും റോണുവിനും പറ്റും. റോയിച്ചിന് ഞാൻ സോപ്പ് ഇടുന്നുണ്ട്, വരുമോ ഇല്ലെന്ന് അറിയില്ല. ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ചെറിയ സിപ്പ് ലൈൻ മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. ചെറിയ സിപ്പ് ലൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് റോയിച്ചൻ വരുമായിരിക്കും. വലിയതിന് നമ്മൾ വെള്ളം പിന്നെ ചെറുത് വലുതിന് പോകില്ല, പേടിയാ. നമ്മൾ എൻകറേജ് മാത്രമേ ഉള്ളൂ. റോയിച്ചിന് വാട്ടർ ഓക്കെയാണ്, ഹൈറ്റ്സ് പേടിയാണ്. എനിക്ക് വാട്ടർ പേടിയാണ്, ഹൈറ്റ്സ് ഓക്കെയാണ്. എന്തായാലും എനിക്ക് വാട്ടർ പേടിയാണ്. നല്ല വെയിലാണ്, അതുകൊണ്ട് തൊപ്പിയും ഗ്ലാസ്സൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണാവോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. എനിവേസ് ഇവിടെ നിന്നായിരുന്നു വെട്ടം അല്ലേ? എനിവേസ് ഭയങ്കര സണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സിപ്പ് ലൈൻ ചെയ്യാനായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. അതെ, ഇവിടെയാണ് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യുന്നത്. അവിടെയാണ്. ഇവിടെ വന്ന് നമ്മൾ ബെൽറ്റും ഹാർനസും ഒക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. റോങ്കുട്ടിന് കിട്ടിയില്ല കേട്ടോ. അവൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ റോയ്സിനെ ഫോഴ്സ് ചെയ്തതാ ഹാർനസൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. ടൈറ്റ് ആക്കിയിട്ടില്ല, അവർ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഹെൽമെറ്റും കൂടെ ഇട്ടിട്ട് വേണം സിപ്പ് ലൈൻ ചെയ്യിപ്പിക്കാനായിട്ട്. റെഡി? ഞാനും സെറ്റ് ആക്കണം. Gotcha. I am fine. No, that's okay. Okay, here's what I want you to do. Can you reach up and grab with this one? Yeah, here. Okay? Yeah, stay there. Don't go anywhere, okay? Well, then I have to come out and rescue you. Yeah, okay, that's good. You should be able to move up. Okay, so here's what... റോയിച്ചിൻ്റെ ലൈഫിൽ റോയിച്ചിൻ്റെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൈ കാലൊക്കെ വിറക്കണം. അമ്മയ്ക്ക് ഇവിടെ നിന്ന് കാണാം. Amma, look.
ഇപ്പൊ പോകുമ്പോ നോക്കിക്കോ, കാല് പൊക്കി വിട്ടാ മതിന്ന്. ഐ എം സ്കേഡെന്ന് പാവ വിളിച്ചു പറയട്ടോ. എൻ്റെ നിർബന്ധം കാരണമാണ് റോയിച്ചൻ പോകുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് റോയിച്ചൻ വിറയ്ക്കുന്നത് ഇവിടുന്ന്. പാവ എത്ര യു ക്യാൻ ജസ്റ്റ് ഗോ. കാലങ്ങ് പൊക്കിയാ മതി. റോയിച്ചൻ പോകുന്നു കഴിച്ച. ഇതോടുകൂടിയെങ്കിലും റോയിച്ചന്റെ പേടി ഒന്ന് മാറിയിരുന്നു. സൂപ്പറായിരുന്നു. റോയിച്ചൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇച്ചിരി പേടി തോന്നും, വലിയ സേഫ്റ്റി അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. കാര്യം ഹൈറ്റ് കുറവാ, പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. റോയിച്ചന്റെ എക്സ്പീരിയൻസ് പറ. ഇംഗ്ലീഷിൽ പറയണമെന്നില്ല, മലയാളികളാണ് നമ്മുടെ ആകെ അറിയാതെ 2 ഇംഗ്ലീഷാണ്, അത് പോയി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞേ ഇനി പോയില്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, പേടിയായിട്ടാണ്. അവിടെ നിന്നപ്പോഴേ ഹൈറ്റില്. പക്ഷെ കുഴപ്പമില്ല, ഹൈറ്റ്സ് ഓക്കെ അല്ലേ ഇപ്പൊ? ഈ ഹൈറ്റ് ഓക്കെ. ഇതുപോലെ തന്നെ മറ്റേ സിപ്പ് ലൈൻ കുറച്ചുകൂടെ ഈസി. ഇല്ല, ഗോൾഡനിലെ കഴിഞ്ഞ വർഷം നമ്മൾ പോയ സിപ്പ് ലൈൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം അതിന് ഭയങ്കര ഹൈറ്റും ഭയങ്കര ലെങ്ത്തും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അതാണ് കേട്ടോ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ നമുക്ക് എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. ഇതത്ര എൻജോയബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഒന്ന് ഹൈറ്റ് കുറവ്, പിന്നെ ഒന്ന് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ അത്ര സേഫായിട്ട് ഫീൽ ചെയ്തത്. മറ്റിടത്ത് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പൊസിഷനായിരുന്നു. എനിവേസ് നമ്മളിതെല്ലാം തിരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ സിപ്പ് ലൈൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലൊക്കെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ നിന്നാൽ പിന്നെ ലേറ്റ് ആവും. പിന്നെ ഇപ്പം ഭയങ്കര വെയിലാട്ടോ, കൊട്ട വെയിൽ, കൈയൊക്കെ കറുത്ത്. ഓക്കെ, എനിവേസ് നമ്മളിതാ സമ്മർ ട്യൂബിങ് സ്ലൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. ദോ കാണുന്നതാണ് സമ്മർ ട്യൂബിങ് സ്ലൈഡ്. വല്ലതും കാണാമോ നിങ്ങൾക്ക്? ഈ കാണുന്നതാണ് സമ്മർ ട്യൂബിങ് സ്ലൈഡ്സ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളെ എലിവേറ്റർ ട്യൂബുമായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ആ ട്യൂബിൽ ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും. ഇത്രേ ഉള്ളൂ സംഭവം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതിന് നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളും ഞങ്ങളുടെ കൂടെ സ്ലൈഡ് ചെയ്യുന്ന പോരത്തക്ക രീതിയിൽ വീഡിയോ എടുക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. എങ്ങനെ വരുമോ എന്തോ. ഈ സമ്മർ ട്യൂബിങ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ചെറിയ കാറ്റും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തണുത്ത വെള്ളം 2 സൈഡിൽ നിന്നും സ്പ്ലാഷ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോകുന്ന പോക്കിൽ ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും 2 റൗണ്ട് വീതമാണ് കിട്ടിയത്. കുട്ടികൾക്ക് 3 റൗണ്ടാണ് കേട്ടോ കിട്ടിയത്. അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു, കൂടെ നമ്മളും. ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. ഞങ്ങൾ പുട്ടീൻ മേടിച്ചു, ആയിറൂട്ടിക്ക് ഫ്രൈസും കെച്ചപ്പും മേടിച്ചു, റോണിന് ഒരു ബർഗറും മേടിച്ചു. റോണ് വേറെ ഒന്നും കഴിക്കില്ല, ബർഗറെ കഴിക്കുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേടാ? വാട്ടർ വേണോ അല്ലേ? വാട്ടർ നമുക്ക് കാറിൽ പോയിട്ടെടുത്ത് കഴിക്കാം. പുട്ടീൻ എങ്ങനെയുണ്ട് ഇഷ്ടം? അടിപൊളിയല്ലേ? നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിതാ ഡിസ്കവറി കെനിയൻ്റെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് എന്ന് പറയണമെന്നറിയില്ല, അത് എൻട്രൻസ് തന്നെ. ലെറ്റ്സ് ഗോ. അതാണോ ഡിസ്കവറി കെനിയൻ എന്നൊരു ഡൗട്ടില്ലായില്ല. വണ്ടി നോക്കണം. നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തു. ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മളിനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാനും ഡ്രസ്സ് മാറി. വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ. കളിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. റോസ് മാത്രം ഉടുപ്പ് മാറിയില്ല, കാരണം പുള്ളി വീഡിയോ ഒക്കെ എടുത്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് മാറാണ്ട് നിൽക്കുവാണ്. വീഡിയോ എടുക്കുക എന്നുള്ളത് ചെറിയൊരു
ന്യായീകരണം മാത്രം. പക്ഷെ പുള്ളിക്ക് ഒന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ല, വെള്ളത്തിൽ ഇറങ്ങാൻ ഇഷ്ടം. ഇത് പക്ഷെ അങ്ങനത്തെ അല്ല, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അത്രയും ഡീപ്പ് അല്ലെങ്കിൽ അത്രയും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിന്നതാണ്. പിന്നെ അഡൽറ്റ് ഒരാൾ കൂടെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങാമെന്ന് വെച്ചു. കാരണം നമ്മളാണല്ലോ പിള്ളേരുടെ കൂടെ അഡൽട്ടായിട്ട് എപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു സാഹസത്തിനും അങ്ങ് മുതിർന്നു. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം ഇനിയിപ്പോൾ വേഗം അങ്ങോട്ടേക്ക് എത്തിയിട്ട് കാണാം കേട്ടോ. അയ്യോ, ഇതേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പൂളിലേക്ക് പോവുകയാണ് കേട്ടോ, സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ റോങ്കുട്ടിനും അരൂട്ടിക്കും ട്യൂബ് കിട്ടി, എനിക്കും കിട്ടി ഒരു ട്യൂബ്. അപ്പം നമ്മളിതാ നടന്ന് മേളിലേക്ക് പോവാണ് കേട്ടോ. മേളിലെന്നൊന്നും പറയാനില്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പം എന്തായാലും ആ സ്പേസിലേക്ക് നമ്മൾ പോവുകയാണ്. പോയിട്ട് നോക്കാം സ്ലൈഡ് ചെയ്ത് എങ്ങനെ വരുമെന്ന്. ചെറിയൊരു സ്ലൈഡേ ഉള്ളൂ, ഒരു ഫൺ, അത്രേ ഉള്ളൂ. Okay, come on, get in. It's okay, Rona, it's okay. Airo, come. Rona, go. Hi. Airo, palm muttala. Airo, palm water. Okay, go. Go. No problem, go. Tornio. Thank you. Okay, kaal pokki vechayiro. There you go. Hey Kunju, hello. Watch your leg. Where is Rono? Okay. Hey. No. Watch your feet. Wow, very careful. There you go. Airo, Rono, how was your slide? Good? Did you guys enjoy the water slide? Yeah? I know. Every time I got out of the water, I was freezing. But when I ശരിയാണ്, got വാട്ടർ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായി. ഞാൻ 2 പ്രാവശ്യം പോയി പിള്ളേരുടെ കൂടെ. പിന്നെ പിള്ളേർ ഓക്കെ ആയിരുന്നുകൊണ്ടും എനിക്ക് ബോറടിച്ചതുകൊണ്ടും ഞാൻ നിർത്തി. പിള്ളേർ ഓക്കെ ആയിരുന്നു. നമ്മുടെ മുട്ടിൻ്റെ താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേർക്കും മുട്ട് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിള്ളേരെ തന്നെ വിട്ടു. ഹൈറൂട്ടി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഹൈറൂട്ടി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ കാണാനേ കിട്ടില്ല. അവൾ ട്യൂബ് പൊക്കിക്കൊണ്ട് വീണേ ഓടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഹൈറൂനോട് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോവാമെന്ന് വിചാരിക്കാം. 5:45 പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു AW കയറിയിട്ട് നല്ല അടിപൊളി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. നല്ല തണുപ്പായിരുന്നുകൊണ്ട് തന്നെ റോണും ഹൈറും പൊതിഞ്ഞ് കെട്ടി വെച്ചേക്ക് കേട്ടോ. ചവലും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് നല്ല രസമുണ്ടായി. അവർക്കും നന്നായിട്ട് പൊതിഞ്ഞൊക്കെ നിൽക്കാൻ പറ്റി. ഇട പോപ്പട്രോളാണോ? രണ്ടുപേരും പോപ്പട്രോളാണോ? സ്കൈ കുഞ്ഞാപ്പിക്ക് ഇപ്പോഴാണ് അതൊക്കെ കിട്ടിയത്. ഓ വാവ്, അരുണ് 3 പോപ്പട്രോൾ ഉണ്ട്. റോണുവിനും ഉണ്ട് 3 പോപ്പട്രോൾ അല്ലേ? അടിപൊളി. സൂപ്പർ. അപ്പൊ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. 9:30 മണിയായി. കാര്യം ഒറ്റ ഡേ ട്രിപ്പാണ്, ഒറ്റ ദിവസത്തെ ട്രിപ്പാണ് പോയതെങ്കിലും നല്ല ടയേർഡായിട്ടാണ് കേട്ടോ വന്ന് കയറിയത്. വണ്ടിയിൽ ഇരുന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ റോണ് ഇതാ കുളിക്കാൻ പോയി. ഇനി അടുത്തതായിരു. ഇനി ഞങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മാരീഷൻ കാണണം എന്നൊക്കെ വിചാരിക്കണു. അധികം വൈകിട്ടില്ലെങ്കിൽ മാരീഷൻ മൂവി ടൈമും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുള്ളൂ കേട്ടോ. ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡേ ഔട്ട്. നല്ല ഫണ്ണായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളും കണ്ടിട്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡേ ഔട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thank you so much for watching. God bless you all. Bye.